ഈ ഒരു ബിസിനസ് ഇൻകമോ അല്ലെങ്കിൽ സാലറി ഇൻകമോ എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ആവാം. ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ ഗോൾ എന്ന് പറയുന്നത് നമ്മളെ എമർജൻസി കോർപ്പസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. കാര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, നമുക്ക് വരുമാനമുണ്ട്, റെഗുലറായിട്ട് നമുക്ക് വരുമാനമുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്കൊരു 50,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ നമ്മുടെ ചിലവ് ചിലപ്പോൾ ഒരു 25,000 30,000 രൂപയൊക്കെ ആയിരിക്കും. ബാക്കി റിമൈനിങ് നമുക്ക് ചിലപ്പോൾ സേവ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനോ ഒക്കെ ഉണ്ടാവും. പക്ഷേ ഒരിക്കലും നമ്മൾ ശ്രദ്ധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. ഈ ഒരു ബിസിനസ് ഇൻകമോ അല്ലെങ്കിൽ സാലറി ഇൻകമോ എപ്പോൾ വേണമെങ്കിലും സ്റ്റോപ്പ് ആവാം. അപ്പോൾ സ്റ്റോപ്പ് ആയാലും ഈ എക്സ്പെൻസുകളൊന്നും കുറയില്ല, അതെല്ലാം ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു EMI നമുക്ക് റണ്ണിങ് ആണെന്ന് വിചാരിച്ചോളൂ. നിങ്ങളൊരു വീട് മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു EMI റണ്ണിങ് ആണ്, ഒരു 15,000 അതിൻ്റെ ഒരു EMI റണ്ണിങ് ആണെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ജോലി പോയി എന്ന് പറഞ്ഞാൽ ആ EMIക്ക് വല്ല മാറ്റം സംഭവിക്കുമോ? ഇൻ കേസ് നമ്മുടെ ആ സമയത്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതെങ്കിൽ EMI ചിലപ്പോൾ അതനുസരിച്ച് കൂടാം, അല്ലെങ്കിൽ ടെന്യൂർ അതനുസരിച്ച് കൂടാം. നമ്മൾ ജോലി ഇല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് വരുമാനം ഇല്ലാത്ത സമയത്തും ഈ ചിലവുകളും ഈ പറയുന്ന നമ്മുടെ ദൈനംദിന ചിലവുകൾ, ഡെയിലി എക്സ്പെൻസുകൾ, ഇതെല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതെല്ലാം മീറ്റ് ചെയ്യാനായിട്ട് മിനിമം നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു 6 മാസത്തെയോ അല്ലെങ്കിൽ 12 മാസത്തെയോ ഒരു ടോട്ടൽ ഒരു എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ 30,000 രൂപയാണ് നമുക്ക് എക്സ്പെൻസ് വരുന്നതെങ്കിൽ മിനിമം ഒരു 1.5 ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപയോ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാറ്റിയിട്ടേക്കണം. എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഈ ഒരു എമർജൻസി കോർപ്പസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി ഉണ്ടായാൽ നമുക്ക് നമ്മുടെ ചിലവുകളോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകളെയോ ഇതിനൊന്നും ബാധിക്കാത്ത രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു 6 മാസം അല്ലെങ്കിൽ 12 മാസമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒരു പുതിയൊരു ജോലിയോ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സോ തുടങ്ങാനായിട്ടുള്ള അല്ലെങ്കിൽ പുതിയൊരു വരുമാന മാർഗം കണ്ടെത്താനുള്ള ഒരു റൺവേ നമുക്ക് വേണം. അതിനെയാണ് ബേസിക്കലി എമർജൻസി കോർപ്പസ് എന്ന് പറയുന്നത്. ഇത് എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത്.